എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഇന്നത്തെ രണ്ടാമത്തെ ക്ലാസ്സിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. രണ്ടാമത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത ബേസിക്കിന്റെ അടുത്ത ക്ലാസ് ആണ്. അപ്പൊ ഒരുപാട് പേര് നമ്മുടെ ഇന്നലത്തെ ആ ഒരു ബേസിക് ക്ലാസ് കണ്ടിരുന്നു. അതായത് കമ്പ്യൂട്ടർ ഒന്നും അറിയില്ല, ഞങ്ങൾക്ക് ഇനി പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എടുത്ത് മാറ്റി വെച്ചവർക്ക് വേണ്ടിയുള്ള പുതിയൊരു സീരീസ് സെഷനാണ് നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത്. അത്യാവശ്യം നമ്മളുടെ ഈ ഒരു ക്ലാസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് തികച്ചും നമുക്കൊരു ആത്മവിശ്വാസത്തോടെ തന്നെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് നമുക്ക് ജോലി ചെയ്യാനും, നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന കുറെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു വർക്കിംഗ് ഡെമോ മോഡലാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ക്ലാസ് ആരും മിസ്സാക്കൽ, കാരണം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മള് ഇപ്പൊ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുവാണെങ്കിലും നമുക്കൊരു ഡോക്യുമെന്റിൽ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ എല്ലാവരും ഈ ക്ലാസ് മിസ്സാക്കാതെ കാണുക. അപ്പൊ കമ്പ്യൂട്ടർ ഒക്കെ പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് മാറ്റി വെച്ചവരൊക്കെ ജസ്റ്റ് നമ്മുടെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും, പഠിക്കാൻ പറ്റും എന്നൊക്കെ ഒരു വിശ്വാസം വരും. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയായിരിക്കും ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരെങ്കിലും നമ്മളുടെ ഇന്നലത്തെ ക്ലാസ് കാണാനുണ്ടെങ്കിൽ മിസ്സാക്കണ്ട, അതുകൂടെ പോയി കാണണം. കാരണം ആ ഒരു ക്ലാസ് കൂടെ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോ ഇന്നലത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് നമ്മൾ MS വേർഡ് ഓപ്പൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിലൊരു പുതിയ ഡോക്യുമെന്റ് നമ്മൾ എങ്ങനെ തയ്യാറാക്കാം, പിന്നെ അതിന്റെ ഫോണ്ട് സ്റ്റൈല്, ഫോണ്ട് സൈസ്, ഇതൊക്കെ എങ്ങനെ കൂട്ടാമെന്നാണ് പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ബാക്കിയാണ് പറയാൻ പോകുന്നത്. ഇന്നിപ്പോ നമ്മൾ അതിന്റെ ഈ ഒരു ഡോക്യുമെന്റ് നോക്കി കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റിന് ഒരു ടൈറ്റിൽ ഇല്ല. അപ്പൊ ടൈറ്റില് നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. അപ്പൊ ആ ഒരു ടൈറ്റിൽ കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഇവർ സ്റ്റാർട്ടിങ് തൊട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങും ബാക്കി സ്ഥലമില്ല നമുക്ക് ടൈറ്റിൽ കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല് പല മെത്തേഡ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിങ്, അതായത് വീഡിയോ പ്രൊവൈഡ്സ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വേർഡിന്റെ, അതായത് വീഡിയോ എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് ആൽഫബറ്റ് V എന്ന് പറയുന്നതിന്റെ അവിടോട്ട് മൗസ് കൊണ്ട് വെക്കുക. മൗസ് കൊണ്ട് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് അവിടെ ഒരു കർസർ വരും. കർസർ എന്ന് പറഞ്ഞാൽ മൗസ് എവിടെയാണെന്ന് നമ്മളെ അറിയിക്കുന്ന ആളാണ് കർസർ. ഒരു ഇങ്ങനെ ലൈൻ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നതായിട്ട് കാണാം. ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് എന്താണ് ടൈറ്റിൽ കൊടുക്കാനുള്ളത് ആ ഒരു ടൈറ്റില് ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോ ജസ്റ്റ് MS വേർഡ് കമ്പ്യൂട്ടർ ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്യുവാണ്. അപ്പൊ MS വേർഡ് എന്ന് ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ആ ഒരു ലൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിനി ചെയ്യേണ്ട കാര്യം, MS വേർഡ് ക്ലാസ് എന്ന് പറയുന്നത് ഒരൊറ്റ ലൈനിൽ വേണം. ആ വീഡിയോ പ്രൊവൈഡ്സ് എന്ന് പറയുന്നത് അടുത്ത ലൈനിൽ പോകണം. അപ്പം നിൽക്കുന്ന ലൈനിൽ നിന്നും അടുത്ത ലൈനിൽ പോകാൻ നമ്മൾ ഉപയോഗിക്കുന്ന കീ എന്ന് പറയുന്നത് എന്റർ കീ ആണ്. കീബോർഡില് എന്റർ എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും തൊട്ടടുത്ത ലൈനിലോട്ട് പോകും. അപ്പൊ ഇവിടുന്ന് നമുക്ക് അടുത്ത ലൈനില് ആ വീഡിയോ തൊട്ടുള്ള കാര്യം പോകണമെങ്കിൽ എന്റർ കീ പ്രസ് ചെയ്യുക. അതായത് ഈ ഒരു കർസർ ഇരിക്കുന്ന പൊസിഷന്റെ അപ്പുറത്തോട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ കർസർ കഴിഞ്ഞുള്ള സാധനം അടുത്ത ലൈനില് പോകും. അപ്പൊ എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കണ്ടന്റ് അടുത്ത ലൈനിലോട്ട് പോയി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റില് ടൈറ്റിൽ കൊടുത്തത്. കാരണം നമുക്ക് ഇവിടെ ഒരു ബ്ലാങ്ക് ആയിട്ട് ഒരു ലൈൻ ഉണ്ടായിരുന്നുവെങ്കിൽ നേരിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട്, അതായത് ഇവിടോട്ട് മൗസിന്റെ പോയിന്റർ എവിടെയെങ്കിലും കൊണ്ടൊന്ന് വെക്കുക, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് ടൈപ്പ് ചെയ്യാം ടൈറ്റിൽ. പക്ഷെ ഇവിടെ നമുക്ക് സംഭവിച്ച കാര്യം എന്താന്ന് വെച്ചാല് ഇതിന്റെ സ്റ്റാർട്ടിങ് ലൈൻ തൊട്ട് ആദ്യം തൊട്ടാണ് നമ്മൾ കണ്ടന്റ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ഇല്ല. അപ്പൊ പുതിയൊരു സ്പേസ് വേണമെങ്കിൽ നമ്മൾ ആ വീഡിയോ പ്രൊവൈഡ്സ് പവർഫുൾ വേ ടു ഹെൽപ്പ് എന്ന് പറയുന്ന ഈ ഒരു ലൈൻ അടുത്ത
ലൈനിലോട്ട് പോയാലേ നമുക്ക് അവിടെ ഒരു സ്പേസ് കിട്ടുള്ളൂ. കാരണം ഇതാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ അത് നമുക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാല് ഇവിടെ മുകളിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എങ്ങും നമുക്കില്ല, സ്പേസ് ഇല്ല. സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് കർസർ അവിടെ വന്ന് നിൽക്കും. ഇപ്പൊ വന്നിരിക്കുന്നത് ഹെഡറും ഫൂട്ടറും ആണ്, അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ കർസർ ക്ലിക്ക് ചെയ്തപ്പോ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലാവുന്നത്, കാരണം അതാണ് അതിന്റെ ആദ്യത്തെ ലൈൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് അടുത്ത ലൈനിൽ പോകാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പൊ എന്റർ കീ പ്രസ് ചെയ്തപ്പോ നമുക്ക് പുതിയൊരു ലൈൻ വന്നു. ഇനി വേണമെങ്കിൽ ഈ ആദ്യത്തെ ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കണ്ടന്റ്, അതായത് ടൈറ്റിൽ കൊടുക്കാനുള്ള കാര്യം ടൈപ്പ് ചെയ്യാം. ഇപ്പൊ 2 മെത്തേഡ് നമ്മൾ പറഞ്ഞു ടൈറ്റിൽ കൊടുക്കാനായിട്ട്. ഒന്നും കൂടെ പറയാം, ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ. ഞാൻ ആദ്യം ചെയ്ത കാര്യം, ഈ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് കണ്ടന്റ് വന്നിരിക്കുവാണ്. അപ്പൊ നമുക്കിവിടെ ടൈറ്റിൽ കൊടുക്കാൻ ഈ ആദ്യത്തെ വേർഡിന്റെ ഫസ്റ്റ് ലെറ്ററിന്റെ അവിടോട്ട് മൗസ് വെച്ചു. ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം കർസർ അവിടെ വന്നു. അതായത് മൗസ് എവിടെയാണെന്ന് നമ്മളെ അറിയിക്കുന്ന ആള്. ഒരു ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ, ഒരു ലൈൻ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു ലൈൻ വന്നു. ഇനി നമ്മൾ നേരെ നമ്മുടെ കണ്ടന്റ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം കർസറിന്റെ അപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ അടുത്ത ലൈനിൽ പോകണം. അതായത് വീഡിയോ പ്രൊവൈഡ്സ് എന്ന് പറയുന്ന കാര്യം അടുത്ത ലൈനിൽ പോകണം. അടുത്ത ലൈനിൽ പോകാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്റർ കീ പ്രസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, എന്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പൊ ഒരു എക്സാമ്പിളോടെ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു വീഡിയോ പ്രൊവൈഡ്സ് കഴിഞ്ഞൊന്ന് മൗസ് കൊണ്ടുവച്ചു. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കർസർ അവിടെ വന്നു. നമ്മൾ എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ഒരു കർസർ ഇരിക്കുന്നതിന്റെ തൊട്ടപ്പുറത്തുള്ള കാര്യങ്ങൾ അടുത്ത ലൈനിൽ പോയിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കർസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്റർ കീ പ്രസ് ചെയ്താൽ അതിനപ്പുറത്തോട്ടുള്ള കാര്യം അടുത്ത ലൈനിൽ പോകും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് ലൈനിലോട്ട് പോകുന്നത്. എന്റർ കീ എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് അടുത്ത ലൈനിൽ പോകാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പം ടൈറ്റിൽ ടൈപ്പ് ചെയ്തു. പക്ഷെ ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും എല്ലാം കൂടാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത് കുറച്ചുകൂടെ എല്ലാം ക്യാപിറ്റൽ ലെറ്ററിലായിരുന്നെങ്കിൽ ഒന്നുകൂടെ അത് ബ്യൂട്ടിഫുൾ ആയേനെ. അപ്പൊ നമുക്ക് അത് എങ്ങനെ ക്യാപിറ്റൽ ലെറ്ററിലാക്കാമെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ഇത് എം മാത്രമേ ക്യാപിറ്റൽ ഉള്ളൂ, ബാക്കിയെല്ലാം സ്മോൾ ആണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഫുള്ള് മൊത്തത്തിൽ ക്യാപിറ്റൽ ആക്കാമെന്ന് നോക്കാം. അപ്പൊ അങ്ങനെ ക്യാപിറ്റൽ ആക്കണമെങ്കിൽ നമ്മളിപ്പോ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യത്തിനെ കളയണം. അപ്പൊ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം കളയാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഈ MS വേർഡ് എന്നുള്ളതാണ് കളയേണ്ടത്. അപ്പൊ ഈ അവസാനത്തെ വാക്ക്, അതായത് MS വേർഡിന്റെ അവസാനത്തെ ആൽഫബറ്റിന്റെ അവിടോട്ട്, ഡിയുടെ അവിടോട്ട് മൗസ് കൊണ്ടുവെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, നമ്മൾ ക്ലിക്ക് ചെയ്യുന്നിടത്ത് കർസർ വരും. അതായത് മൗസിന്റെ ആ ഒരു സിമ്പല്, മൗസ് എവിടെയാണെന്ന് നമ്മളെ അറിയിച്ചു തരുന്ന ആള് കർസർ അവിടെ വരും. കർസർ വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, ബാക്ക് സ്പേസ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട് കീബോർഡ്. അതായത് കർസർ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടുള്ള കാര്യം ഡിലീറ്റ് ചെയ്ത് കളയാനാണ് ബാക്ക് സ്പേസ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ കർസർ ഇരിക്കുന്നു, കർസർ ഇരിക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് DROWSM എന്നുള്ളതാണ്. അപ്പൊ ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ ബാക്കിലോട്ട് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട്. ഇനി നമ്മൾ ബാക്ക് സ്പേസ് പ്രസ് ചെയ്യുന്ന അനുസരിച്ച് ഇങ്ങനെ ഓരോ ആൽഫബറ്റും ഇങ്ങനെ ഡിലീറ്റ് ആയി പൊക്കോണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് വേണ്ടാത്ത കാര്യത്തെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്, ഇതാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിളോടെ കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു ജസ്റ്റ് ഒന്ന് ഞാൻ വലുതാക്കിയിട്ട് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് വേണ്ട. ഇപ്പൊ ഈ വേർഡ് തൊട്ടുള്ളത് നമുക്ക് വേണ്ട. അപ്പൊ എന്ത് ചെയ്യണം, ഡിയുടെ അവിടെ മൗസ് കൊണ്ടുവെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കീബോർഡിലെ ബാക്ക് സ്പേസ് എന്ന് പറയുന്ന കീ ഇങ്ങനെ പ്രസ് ചെയ്യുക. നമ്മൾ പ്രസ് ചെയ്യുന്ന അനുസരിച്ച് ആ ഒരു കാര്യം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. നമ്മുടെ ആവശ്യം വരെ നമ്മളിങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് സ്പേസ് ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഇനിയിപ്പോ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം, കീബോർഡിൽ ക്യാപ്സ് ലോക്ക് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്. അപ്പൊ ആ ഒരു ക്യാപ്സ് ലോക്ക് എന്ന് പറയുന്ന കീ ഒന്ന് പ്രസ് ചെയ്യുക. കീബോർഡിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കീബോർഡ് ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നമ്മൾ MS വേർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് ക്യാപിറ്റൽ ആയിരിക്കും. അപ്പൊ ഇനി നമ്മൾ ക്യാപിറ്റൽ ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ ആക്കണമെങ്കിലും സെയിം ആ ക്യാപ്സ് ലോക്ക് എന്ന് പറയുന്ന കീയിലൊന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്ത് കഴിയുമ്പം ക്യാപ്സ് ലോക്ക് എന്നുള്ളത് മാറി മൊത്തം സ്മോൾ ലെറ്ററിൽ വരും. അപ്പൊ ഇതാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആക്കാനും അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററിനെ സ്മോൾ ലെറ്റർ ആക്കാനും ഒരേ കീ ആണ് ഉപയോഗിക്കുന്നത്. അതായത് ക്യാപ്സ് ലോക്ക് എന്ന് പറയുന്ന കീ. നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്തപ്പം നമുക്ക് സ്മോൾ ലെറ്റർ ആയിരുന്നു വന്നത്. അപ്പൊ അതിനെ ക്യാപിറ്റൽ ലെറ്റർ ആക്കാൻ നമ്മൾ ചെയ്തത്
കീബോർഡിലെ ക്യാപ്സ് ലോക്ക് എന്ന് പറയുന്ന കീ ഒന്ന് പ്രസ് ചെയ്തു. പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും വരുന്നത്. അപ്പൊ ക്യാപിറ്റൽ വന്നു, നമുക്ക് തോന്നി അതിനെ മാറ്റി ഇനി സ്മോൾ ആക്കണം. അപ്പൊ സ്മോൾ ആക്കണമെങ്കിലും എന്ത് ചെയ്യണം? ഈ ക്യാപ്സ് ലോക്ക് എന്ന് പറയുന്ന കീ ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ക്യാപിറ്റൽ മാറി ഇനി വരുന്നതെല്ലാം സ്മോൾ ലെറ്റർ ആയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മള് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈറ്റിൽ കൊടുക്കാനും സ്മോൾ ലെറ്ററിൽ ടൈറ്റിൽ കൊടുക്കാനും ഒക്കെ പഠിച്ചു എന്ന് പറയുന്നത്. അതായത് HOME, ഹോം. ഈ ഹോമിന്റെ എവിടെയും ആൽഫബറ്റിന്റെ എവിടെയും ഒന്ന് മൗസ് കൊണ്ടുവെക്കുക. ഒന്നെങ്കിൽ H അല്ലെങ്കിൽ O അല്ലെങ്കിൽ M അല്ലെങ്കിൽ E, അതിന്റെ എവിടെയോട്ടേലും ഇങ്ങനെ ഒന്ന് മൗസ് പോയിന്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ഹോം എന്ന് പറയുന്ന ആ ഒരു ടാബ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പൊ അതിനകത്തുള്ള നിരവധി ഗ്രൂപ്പുകൾ നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കും. അതിലെ ഒന്നാമത്തെ ഗ്രൂപ്പാണ് ക്ലിപ്പ് ബോർഡ്, രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഫോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് നമുക്ക് അതിന്റെ വലിപ്പം കൂട്ടണമെങ്കിൽ ഈ ഒരു 13 എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആ ഡ്രോപ്പ് ഡൗൺ ആരോയിലോട്ട് മൗസ് കൊണ്ട് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പൊ അതിനകത്ത് നമുക്ക് ഇങ്ങനെ പല വലുപ്പം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വലുപ്പം കൂട്ടണമെങ്കിൽ ഇതിൽ ഇഷ്ടമുള്ള വലുപ്പത്തിലോട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം, സെലക്ഷന് വേണ്ടി നമ്മൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതിന്റെ വലുപ്പം 20, 22 ആക്കി. പക്ഷെ അതിന് ചേഞ്ചസ് ഒന്നും വന്നില്ല. കാരണം എന്താണ്? നമ്മൾ ആ ഒരു MS വേർഡ് എന്ന് പറയുന്ന അതിനെ സെലക്ട് ചെയ്തില്ല. നമ്മൾ എന്തൊരു കാര്യം കൊടുക്കണമെങ്കിലും ആ ഒരു കാര്യത്തിനെ സെലക്ട് ചെയ്യണം. കാരണം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മെഷീനാണ്, അതിന് സ്വയമായിട്ട് ഒരു കാര്യവും അറിയത്തില്ല. ഞാൻ നേരിട്ട് പോയിട്ട് ഫോണ്ട് സൈസ് കൂട്ടിയപ്പോ സിസ്റ്റത്തിന് അറിയത്തില്ല ആർക്കാണ് വലിപ്പം കൂട്ടേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഈ ഒരു MS വേർഡ് എന്ന് പറയുന്നതിനെയാണ് വലിപ്പം കൂട്ടേണ്ടത്. അപ്പൊ അതിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഞാൻ സെലക്ട് ചെയ്ത ഈ MS വേർഡ് എന്നുള്ളതിന്റെ വലിപ്പം എനിക്ക് കൂട്ടിത്തരണം. അപ്പൊ നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യാഞ്ഞോണ്ടാണ് അതിന്റെ വലിപ്പം കൂടാഞ്ഞത്. ഇനിയിപ്പോ നമുക്ക് ശരിക്കും ഒന്ന് നോക്കാം എങ്ങനെയാണ് അതിന്റെ വലിപ്പം കൂട്ടുന്നതെന്ന്. അതിനെ ഒന്ന് സെലക്ട് ചെയ്യുക, അതായത് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഒന്നെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ എമ്മിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക, വലത്തോട്ട് മൗസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, മൗസ് ഇങ്ങനെ നീക്കുക. അല്ലെങ്കിൽ അവസാനം ഡിയുടെ അവിടെ ക്ലിക്ക് ചെയ്യുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് പുറകോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അപ്പൊ ആ ഒരു വാക്ക് മൊത്തം സെലക്ട് ആയതിനു ശേഷം മൗസിൽ നിന്നും കൈയെടുക്കുക. എന്നിട്ട് ഹോം ടാബ് ഓപ്പൺ ചെയ്യുക. അതിൽ നിന്നും ഈ ഫോണ്ട് സൈസ് എന്നുള്ളതിന്റെ, അതായത് നമുക്ക് കാണാം നമ്പർ കാണാം, അല്ലെങ്കിൽ മൗസ് വെക്കുമ്പോൾ തന്നെ അതിന്റെ പേര് എഴുതി കാണിക്കും ഫോണ്ട് സൈസ് എന്ന്. അപ്പൊ ഇതിന്റെ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സൈസ് നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാം. നമ്മൾ ഈ ഒരു സൈസിലോട്ട് മൗസ് കൊണ്ടുവെക്കുമ്പോൾ തന്നെ ആ ഒരു സൈസ് ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ലൈവ് പ്രിവ്യൂ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് വലിപ്പം ഇങ്ങനെ കൂടി കൂടി വരുന്നതായിട്ട് കാണാം. അപ്പൊ ഇങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പം ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്ക് 24 വേണ്ടതെങ്കിൽ ആ 24 എന്നുള്ളതിലോട്ട് മൗസ് കൊണ്ട് വെച്ചിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഒരു MS വേർഡ് എന്നുള്ള ടൈറ്റിൽ കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നലെ പഠിച്ച കാര്യം തന്നെ ഇതിന്റെ സ്റ്റൈല്, ഫോണ്ട് സ്റ്റൈൽ, ആ ഒരു എഴുത്തിന്റെ സ്റ്റൈൽ നമുക്കൊന്ന് മാറ്റി നോക്കാം. അപ്പൊ അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് നമ്മൾ പോയി ഹോം ടാബിൽ നിന്നും ഈ ഒരു ഫോണ്ട് സ്റ്റൈൽ എടുത്താല് അത് മാറത്തില്ല. കാരണം സിസ്റ്റത്തിന് അറിയത്തില്ല ആർക്കാണ് മാറ്റേണ്ടതെന്ന്. അപ്പൊ നമുക്ക് മാറ്റാനായിട്ട് ചെയ്യേണ്ട കാര്യം അതിനെ ആദ്യം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഹോം ടാബിൽ നിന്നും ഫോണ്ട് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു ഫോണ്ടിന്റെ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഇവിടോട്ട് സൈഡിലത്തെ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ ചൂസ് ചെയ്യാം. അപ്പൊ നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മൾ ആ ഒരു ഫോണ്ട് ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ലൈവ് പ്രിവ്യൂ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ഫോണ്ടുകൾ അവൈലബിൾ ആണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പൊ ഞാനൊരു ഫോണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടിലോട്ട് മൗസ് വെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മളുടെ ആ ഒരു ടൈറ്റിൽ നമ്മൾ ചൂസ് ചെയ്ത ഫോണ്ട് സ്റ്റൈലിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് വലിപ്പം കൂട്ടാം, അല്ലെങ്കിൽ അതിന്റെ സ്റ്റൈല് മാറ്റാം.
നമുക്ക് അതിന് ടൈറ്റിൽ കൊടുക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചു. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളിടത്ത് വരുമ്പോൾ അപ്ലൈ ചെയ്യുക എന്ന് മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മളൊരു ലെറ്റർ തയ്യാറാക്കുമ്പോഴാണെങ്കിലും ബയോഡേറ്റ തയ്യാറാക്കുമ്പോഴാണെങ്കിലും എല്ലായിടത്തും നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു വലിപ്പം കൂട്ടുന്നതും അല്ലെങ്കിൽ അതിന്റെ സ്റ്റൈല് മാറ്റുന്നതും ടൈറ്റിൽ കൊടുക്കുന്നതും ഇതെല്ലാം നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എവിടെയാണെങ്കിലും നമ്മൾ ആവശ്യം വരുന്നിടത്ത് ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പ്രയാസമൊന്നുമില്ല പഠിക്കാന്. നമ്മൾ ആവർത്തിച്ച ക്ലാസ്സുകൾ 2-3 തവണ ഒന്ന് കണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതങ്ങ് പഠിച്ചു പോയിക്കോളും. അപ്പൊ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളുടെ ഒരു ക്ലാസ് കൊണ്ടോ 2 ക്ലാസ് കൊണ്ടോ ഒന്നും നമുക്ക് ഇത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് ആവർത്തിച്ച് അപ്പൊ ഇനിയുള്ള സീരീസുകളൊക്കെ ഇതിനെ ബേസിക് ആയിട്ടുള്ള സീരീസുകളൊക്കെ കണ്ടു നോക്കുക. കണ്ടു കഴിയുമ്പോൾ ഏകദേശം എന്താ പറയുക, കമ്പ്യൂട്ടർ നമുക്ക് തികച്ചും അത് ഹാൻഡിൽ ചെയ്യാനും നമുക്കൊരു കോൺഫിഡൻസോട് കൂടി ഒരു ഇന്റർവ്യൂവിന് പോകാനും നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പൊ ആരും നമ്മളുടെ ബേസിക്കിന്റെ ക്ലാസ്സുകൾ മിസ്സാക്കണ്ട. നാളെ അപ്പൊ നല്ല അടിപൊളി ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സോ എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.